എല്ലാവർക്കും നമസ്കാരം. ഏപ്രിൽ മാസം പകുതിയൊക്കെ ആവുമ്പോൾ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേരളത്തിലെ ഒരു അടിപൊളി പുതുവർഷാഘോഷം നടക്കാറുണ്ട്. കേട്ടിട്ടുണ്ടോ അതിനെപ്പറ്റി? വിഷു എന്നാണ് അതിന്റെ പേര്. വിളവെടുപ്പിന്റെയും പിന്നെ ഒരുപാട് പ്രതീക്ഷകളുടെയും ഒക്കെ ഒരു ആഘോഷമാണിത്. അപ്പോൾ നമുക്ക് ഈ വിഷുവിന്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്നാലോ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളെ ഒരു കൊല്ലത്തെ ഭാഗ്യം മുഴുവൻ ആ പുതുവർഷം രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് ആദ്യം കാണുന്ന ഒരൊറ്റ കാഴ്ചയെ ആശ്രയിച്ചിരുന്നെങ്കിലോ? ഇതൊരു വെറും ചോദ്യമല്ല കേട്ടോ. ശരിക്കും പറഞ്ഞ ഈയൊരു വിശ്വാസമാണ് വിഷു എന്ന ആഘോഷത്തിന്റെ ആത്മാവ് തന്നെ. അപ്പോൾ എന്തായിരിക്കും ആ ആദ്യ കാഴ്ച? ഒരു വർഷത്തേക്ക് മുഴുവൻ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്ന ആ കാഴ്ച നമുക്ക് നോക്കാം. ഇതാണ് ആ കാഴ്ച. ഇതിനെയാണ് വിഷുക്കണി എന്ന് പറയുന്നത്. വിഷു ആഘോഷങ്ങളുടെ എല്ലാം സെന്റർ പോയിന്റ് ഇതാണ്. ആ ഐശ്വര്യവും പ്രതീക്ഷയും നിറഞ്ഞ പുതുവർഷത്തിലെ ആദ്യത്തെ കാഴ്ച. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വിഷുക്കണിയിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കാം. സമൃദ്ധിയുടെ ഈ ഒരു കലയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കാണാം. വിഷുക്കണി, ആ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം സിമ്പിളാണ്. വിഷുവിന് ആദ്യം കാണുന്നത് അത്രയുള്ളൂ. പക്ഷേ ഇത് വെറുമൊരു കാഴ്ചയല്ല. വരാൻ പോകുന്ന ഒരു വർഷം മുഴുവൻ ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ നിറയണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ വളരെ ശ്രദ്ധയോടെ ഒരുക്കുന്ന ഒന്നാണിത്. അപ്പോൾ ഈ കാണുന്ന ഓരോ സാധനത്തിനും അതിൻ്റേതായ ഒരർത്ഥമുണ്ട്. അതാണിതിലെ ഏറ്റവും രസകരമായ കാര്യം. ഈ സ്വർണ്ണ നിറത്തിലുള്ള കൊന്നപ്പൂ, പിന്നെ ഈ നാണയങ്ങളൊക്കെ, അതൊക്കെ സമ്പത്തിനെയാണ് കാണിക്കുന്നത്. പിന്നെ അരി, പഴങ്ങളൊക്കെ ഭക്ഷണ സമൃദ്ധിയെയും. തെളിഞ്ഞു കത്തുന്ന നിലവിളക്കുണ്ടല്ലോ, അത് അറിവിൻ്റെ വെളിച്ചമാണ്. ഇതിൽ കണിക്കൊന്നയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. കറക്റ്റ് വിഷു സമയത്ത് കേരളത്തിലെല്ലായിടത്തും ഈ മഞ്ഞപ്പൂക്കൾ നിറഞ്ഞു നിൽക്കും. ശ്രീകൃഷ്ണന്റെ പുഞ്ചിരിയുമായിട്ടൊക്കെ ഇതിനെ ബന്ധിപ്പിക്കുന്ന കഥകളുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രകൃതി തന്നെ ഈ ആഘോഷത്തിനു വേണ്ടി ഒരുങ്ങുന്ന പോലെ നമുക്ക് തോന്നും, അല്ലേ? ഈ കണി കാണുന്ന രീതിക്കും ഒരു പ്രത്യേകതയുണ്ട്. വിഷുവിന്റെ തലേന്ന് രാത്രി വീട്ടിലെ മുതിർന്ന സ്ത്രീ, സാധാരണയായി അമ്മയോ അമ്മുമ്മയോ, ആരും കാണാതെ ഇതൊരുക്കും. എന്നിട്ട് പിറ്റേന്ന് വെളുപ്പിന് ഓരോരുത്തരെയായി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് കണ്ണു തുറക്കാൻ സമ്മതിക്കാതെ പതുക്കെ നടത്തി ഈ കണിയുടെ മുന്നിൽ കൊണ്ടുവരും. എന്നിട്ടാണ് കണ്ണു തുറപ്പിക്കുന്നത്. ആ വർഷം നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച ഏറ്റവും നല്ലതും ഐശ്വര്യമുള്ളതുമാകണം. അതാണിതിന് പിന്നിലെ ആ ഒരു സങ്കല്പം. ഓക്കെ, അപ്പോൾ ഈ ചടങ്ങുകളൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണമെന്താ? എന്തുകൊണ്ടാണ് ഈ ആചാരങ്ങളൊക്കെ ഇത്ര പ്രധാനപ്പെട്ടതാവുന്നത്? നമുക്കതിൻ്റെ പുരാണങ്ങളിലേക്കും പിന്നെ കുറച്ച് ആസ്ട്രോണമിയിലേക്കുമൊക്കെ ഒന്ന് പോയി നോക്കാം. വിഷുവിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണിത്. ഒന്ന്, ശ്രീകൃഷ്ണൻ നരകാസുരൻ എന്നൊരു അസുരനെ കൊന്ന് ലോകത്ത് വീണ്ടും വെളിച്ചം കൊണ്ടുവന്ന ദിവസമാണ് വിഷു എന്നാണ് വിശ്വാസം. മറ്റൊരു കഥ രാവണനുമായി ബന്ധപ്പെട്ടതാണ്. രാവണൻ സൂര്യനെ കിഴക്കുദിക്കാൻ സമ്മതിച്ചിരുന്നില്ലത്രേ. രാവണന്റെ മരണശേഷം സൂര്യദേവൻ വീണ്ടും കിഴക്കുതിച്ചു തുടങ്ങിയതിന്റെ ആഘോഷമാണ് വിഷു എന്ന് പറയുന്നു. ഈ രണ്ട് കഥകളിലും ഒരു കോമൺ തീമുണ്ടല്ലേ? തിന്മയുടെ മുകളിൽ നന്മയുടെ, അല്ലെങ്കിൽ ഇരുട്ടിന് മുകളിൽ വെളിച്ചത്തിന്റെ വിജയം. അപ്പോൾ ഈ കഥകൾ മാത്രമല്ല, വിഷുവിന് ശാസ്ത്രീയമായ അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രപരമായ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. സംസ്കൃതത്തിൽ വിഷു എന്ന വാക്കിന്റെ അർത്ഥം തുല്യമെന്നാണ്. അതായത് രാവും പകലും ഏകദേശം ഒരേ നീളത്തിൽ വരുന്ന ദിവസം. നമ്മൾ സ്പ്രിംഗ് ഇക്വിനോക്സ് എന്നൊക്കെ പറയില്ലേ, അതുതന്നെ. സൂര്യൻ മേടം രാശിയിലേക്ക് കടക്കുന്ന ദിവസമായും ഇതിനെ കണക്കാക്കുന്നു. ശരി, അപ്പോൾ ആ പുലർച്ചയിലെ ശാന്തമായ കണി കാണൽ കഴിഞ്ഞു. ഇനിയെന്താ? ഇനി ദിവസം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ബഹളവും സന്തോഷം നിറഞ്ഞ ആഘോഷങ്ങളിലേക്ക് കടക്കാം. കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആഘോഷങ്ങളുടെ ഒരു മേളം തന്നെയാണ്. വിഷുക്കോടി എന്ന് പറയുന്ന പുത്തനുടുപ്പുകളൊക്കെ ഇടും. പിന്നെ വീട്ടുകാരും ബന്ധുക്കളുമൊക്കെ ഒന്നിച്ചുകൂടി ആ ദിവസം ശരിക്കും അടിച്ചുപൊളിക്കും. വിഷുവിന്റെ മറ്റൊരു ഹൈലൈറ്റാണ് വിഷു കൈനീട്ടം. ഇതെന്താന്ന് വെച്ചാൽ, വീട്ടിലെ മുതിർന്നവർ കുട്ടികൾക്കൊരു അനുഗ്രഹമായിട്ട് കുറച്ച് പണം കൊടുക്കും. സാധാരണയായി നാണയങ്ങളാണ് കൊടുക്കാറ്. ഇത് വെറുമൊരു പൈസ കൊടുക്കലല്ല, ആ വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും സ്നേഹവും കൂടിയാണ് ആ കൈനീട്ടത്തിലൂടെ കൈമാറുന്നത്. പിന്നെ ഏതാഘോഷം പോലെയും വിഷുവിനും അതിൻ്റേതായ രുചികളും ശബ്ദങ്ങളുമൊക്കെയുണ്ട്. വിഷു സദ്യയാണിതിൽ പ്രധാനം. മധുരം, പുളി, ഉപ്പ്, കയ്പ്, ഇങ്ങനെ എല്ലാ രുചികളും ചേർന്ന ഒരു ഗംഭീര സദ്യ. ജീവിതത്തിലെ എല്ലാതരം അനുഭവങ്ങളെയും ഇത് ഓർമ്മിപ്പിക്കുന്നുവെന്ന് പറയാം. അതുപോലെ തന്നെ പ്രധാനമാണ് പടക്കം പൊട്ടിക്കൽ. കുട്ടികളൊക്കെയാണ് ഇതിൽ മുൻപന്തിയിൽ. തിന്മകളെ അകറ്റുന്നു എന്നൊരു വിശ്വാസവും ഇതിന് പിന്നിലുണ്ട്. അങ്ങനെ സന്ധ്യയാവുമ്പോഴേക്കും നാട് മുഴുവൻ പടക്കങ്ങളുടെ ശബ്ദവും വെളിച്ചവും കൊണ്ട് നിറയും. ഇത് ആ ദിവസത്തെ ആഘോഷങ്ങൾക്ക് ഒരു അടിപൊളി ആവേശകരമായ ഒരു ഫിനിഷിംഗ് ടച്ച് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം കേരളത്തിലെ വിഷുവിനെപ്പറ്റിയാണ് സംസാരിച്ചത്. ഇനി നമുക്ക് കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കാം. ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിൽ ഈ സമയത്ത് എന്താണ് നടക്കുന്നതെന്ന് നോക്കിയാലോ? കാരണം വിഷു എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടു നിൽക്കുന്നൊരു ആഘോഷമല്ല.
ഏകദേശം ഇതേ സമയത്ത് തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അവരുടേതായ രീതിയിലുള്ള പുതുവർഷ വിളവെടുപ്പ് ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഇതാണ് ഇന്ത്യയുടെ ഒരു ഭംഗി. പല പല സംസ്കാരങ്ങൾ, പക്ഷേ അടിസ്ഥാനപരമായി നമ്മളെയെല്ലാം ബന്ധിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതൊന്നു നോക്കൂ. കേരളത്തിൽ നമ്മൾ ആദ്യ കാഴ്ച അഥവാ വിഷുക്കണിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ പഞ്ചാബിൽ ഇതേ സമയം ബൈശാഖി ആഘോഷിക്കുന്നത് ഒരു വിളവെടുപ്പ് ഉത്സവമായിട്ടാണ്. ഇനി ആസാമിലേക്ക് പോയാൽ അവിടെ ബോഹാഗ് ബിഹുവാണ്, ഡാൻസും പാട്ടുമൊക്കെയായിട്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ പുത്താണ്ട് ആഘോഷിക്കുന്നു. അവർക്കും കണിയുണ്ട്, ഒപ്പം മാങ്ങാപ്പച്ചരി പോലുള്ള പ്രത്യേക വിഭവങ്ങളും. അപ്പോൾ നോക്കൂ, ആശയം ഏതാണ്ടൊക്കെ ഒന്നുതന്നെ, പക്ഷേ ആഘോഷിക്കുന്ന രീതികൾ എത്ര വ്യത്യസ്തവും മനോഹരവുമാണ്, അല്ലേ? അവസാനമായി വളരെ മനോഹരമായൊരു താരതമ്യമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, പുത്താണ്ടൊരു ശാന്തമായൊരു കവിത പോലെയാണെങ്കിൽ വിഷു നല്ല തിളക്കമുള്ളൊരു പെയിന്റിംഗ് പോലെയാണ്. ഈയൊരു വാക്കിൽ എല്ലാമുണ്ട്. കാഴ്ചയ്ക്കും നിറങ്ങൾക്കും സമൃദ്ധിക്കും വെളിച്ചത്തിനുമൊക്കെ പ്രാധാന്യം നൽകുന്ന ഒരുപാട് പ്രതീക്ഷകൾ നിറഞ്ഞ ഒരാഘോഷം. അതാണ് വിഷു.